Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds. Celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കടന്നപ്പള്ളിയിൽ 2-വീലർ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരണപ്പെട്ടു. പിലാത്ര ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തെ മൂലക്കാരൻ വിനോദാണ് മരണപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി 10:50 കടന്നപ്പള്ളി പെട്രോൾ പമ്പിന് സമീപത്തായാണ് അപകടം നടന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ 100% സീറ്റുകളും UDF തൂത്തുവാരുമെന്ന് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണ പൊതുയോഗം കാലിക്കടവ് ടൗണിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങരയിൽ ജാതിക്കോമരങ്ങൾക്കെതിരെ രോഷം പ്രകടിപ്പിച്ച് ശക്തമായ മുന്നറിയിപ്പുമായി ബാനർ ഉയർന്നു. ജാതിയും പറഞ്ഞ് നാട്ടിലിറങ്ങിയാൽ കാലേ വാരി ഭിത്തിയിലടിക്കുമെന്ന വാചകവുമായി കണ്ടംകുളങ്ങര സഖാക്കളുടെ പേരിലാണ് ബാനർ ഉയർന്നിരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭ 36-ാം വാർഡ് കാരയിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി കോൺഗ്രസ് എസിലെ P. ജയന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൊതുയോഗം സംഘടിപ്പിച്ചു. കാര സർവീസ് ബാങ്ക് പരിസരത്ത് നടന്ന തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ പങ്കെടുത്ത് പ്രസംഗിച്ചു. വാർത്തകൾ വിശദമായി. കടന്നപ്പള്ളിയിൽ 2-വീലർ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരണപ്പെട്ടു. പിലാത്ര ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തെ മൂലക്കാരൻ വിനോദാണ് മരണപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി 10:50 കടന്നപ്പള്ളി പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടം നടന്നത്. കടന്നപ്പള്ളിയിൽ 2-വീലർ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു. പിലാത്ര ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തെ മൂലക്കാരൻ വിനോദാണ് മരണപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി 10:50 കടന്നപ്പള്ളി പെട്രോൾ പമ്പിന് സമീപത്തായാണ് അപകടം നടന്നത്. നരീക്കാമ്പള്ളി ഭാഗത്തു നിന്നും 2-വീലറിൽ വരികയായിരുന്നു വിനോദ്. നിയന്ത്രണം വിട്ട 2-വീലർ റോഡരികിലെ കലിങ്കിൽ ഇടിച്ച് മറിയുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സംസ്കരിച്ചു. വിനോദിന്റെ ഭാര്യ വിമല, വിസ്മയ, വിഷ്ണു എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സംസ്ഥാനത്ത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ 100% സീറ്റുകളും UDF തൂത്തുവാരുമെന്ന് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണ പൊതുയോഗം കാലിക്കടവ് ടൗണിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നടപടിയില്ലാത്ത LDF ഭരണത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പിൻവാതിൽ നിയമനങ്ങൾ എത്രയാണ് നടത്തിയതെന്ന് നിയമസഭയിൽ താൻ ചോദ്യമുന്നയിച്ചപ്പോൾ 3 ലക്ഷം പേരെയാണെന്ന് രേഖാമൂലം മറുപടി തന്നെന്നും CPMകാരെയും പാർട്ടി നേതാക്കളുടെ ബന്ധുക്കളെയുമായി 10,000-ങ്ങളെയാണ് നിയമിച്ചതെന്ന് ഇത് വ്യക്തമാക്കുന്നതായി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞാൻ നിയമസഭയിൽ ചോദ്യം ചോദിച്ചു. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്ര ആളുകളെ താൽക്കാലിക ജീവനക്കാരായി നിയമിച്ചു? പിൻവാതിലൂടെ 3 ലക്ഷം പേരെയാണ്. ഈ ഗവൺമെന്റ് 3 ലക്ഷം പേരെയാണ് പിൻവാതിലൂടെ നിയമിച്ചത്. ബോർഡുകളിൽ, കോർപ്പറേഷനുകളിൽ, ഇലക്ട്രിസിറ്റി ബോർഡിൽ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ 3 ലക്ഷം പേരെ ഇന്റർവ്യൂ ഇല്ലാതെ, എഴുത്തു പരീക്ഷയില്ലാതെ നിയമിച്ച ഒരു ഗവൺമെന്റ്. അതിൽ 80% കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളും ബന്ധുക്കളും സഹപ്രവർത്തകരുമാണ്. പഞ്ചായത്ത് UDF ചെയർമാൻ നിഷാം പട്ടേൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണൻ, DCC പ്രസിഡന്റ് PK ഫൈസൽ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബഷീർ വെള്ളിക്കോത്ത്, KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, CMP ജില്ലാ സെക്രട്ടറി TV ഉമേശൻ,
KP പ്രകാശൻ, KV ഗംഗാധരൻ, രവി കുളങ്ങര, AV കുഞ്ഞികൃഷ്ണൻ, MP മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങരയിൽ ജാതിക്കോമരങ്ങൾക്കെതിരെ രോഷം പ്രകടിപ്പിച്ച ശക്തമായ മുന്നറിയിപ്പുമായി ബാനർ ഉയർന്നു. ജാതിയും പറഞ്ഞ് നാട്ടിലിറങ്ങിയാൽ കാലേവാരി ഭിത്തിയിലടിക്കും എന്ന വാചകവുമായി കണ്ടംകുളങ്ങര സഖാക്കളുടെ പേരിലാണ് ബാനർ ഉയർന്നിരിക്കുന്നത്. ജാതിമത ചിന്തകൾക്കതീതമായ സാമൂഹിക സൗഹാർദ്ദത്തിന് പേരുകേട്ട കുഞ്ഞിമംഗലം പ്രദേശത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന തൽപര കക്ഷികൾക്കെതിരെ താക്കീതുമായി കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങരയിൽ സഖാക്കളുടെ പേരിൽ കൂറ്റൻ ബാനർ ഉയർന്നത് പ്രദേശത്ത് ചർച്ചയാകുന്നു. കണ്ടംകുളങ്ങര പ്രദേശത്തുയർന്ന ബാനറിലെ ജാതിയും പറഞ്ഞ് നാട്ടിലിറങ്ങിയാൽ കാലേവാരി ഭിത്തിയിലടിക്കുമെന്ന ശക്തമായ വാചകങ്ങൾ ജാതി രാഷ്ട്രീയം കളിക്കുന്നവർക്ക് നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പാണെന്നാണ് സംസാരം. പ്രാദേശിക ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഉയരുന്ന ജനകീയ പ്രതിരോധത്തിന്റെ സൂചനയായാണ് ചിലർ ബാനറിനെ നോക്കിക്കാണുന്നത്. വർഷങ്ങളായി ജാതിമതഭേദമന്യേ ഒരുമയോടെ ജീവിക്കുന്നവരാണ് കുഞ്ഞിമംഗലത്തെ ജനത. പൊതുയിടങ്ങളിലും ഉത്സവങ്ങളിലും മറ്റ് സാംസ്കാരിക പരിപാടികളിലുമെല്ലാം ഈ സൗഹൃദം പ്രകടമാണ്. എന്നിട്ടും രാഷ്ട്രീയ മുതലെടുപ്പിനായി ജാതിയെ ഉപകരണമാക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ പ്രദേശവാസികൾ അസ്വസ്ഥരാണ്. ഈ പശ്ചാത്തലത്തിലാണ് വർഗീയതയുടെ വിഷവിത്തുകൾ പാകാൻ ശ്രമിക്കുന്ന ജാതിക്കോമരങ്ങളെ ഒറ്റപ്പെടുത്താനും തള്ളിക്കളയാനും ആഹ്വാനം ചെയ്യുന്ന തരത്തിൽ ഇവിടെ ബാനർ ഉയർന്നത്. ജാതീയമായ ചേരിതിരിവുകൾക്കെതിരെ ഈ പ്രതികരണം ഒരുപക്ഷെ കേരളീയ സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾക്ക് ശക്തി പകർന്നേക്കാം. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ നഗരസഭ 36-ാം വാർഡ് കാരയിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി കോൺഗ്രസ് എസിലെ P. ജയന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൊതുയോഗം സംഘടിപ്പിച്ചു. കാര സർവീസ് ബാങ്ക് പരിസരത്ത് നടന്ന തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ പങ്കെടുത്ത് പ്രസംഗിച്ചു. പയ്യന്നൂർ നഗരസഭ 36-ാം വാർഡ് കാരയിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി കോൺഗ്രസ് എസിലെ P. ജയന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൊതുയോഗം സംഘടിപ്പിച്ചു. കാര സർവീസ് ബാങ്ക് പരിസരത്ത് നടന്ന തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ പങ്കെടുത്ത് പ്രസംഗിച്ചു. 2021 കർമ്മ പദ്ധതി തയ്യാറാക്കി, ഒരു മാതൃക കൈപ്പുസ്തകം തയ്യാറാക്കി, മൈക്രോ പ്ലാനുകളെ കുറിച്ച് അതിൽ വിവരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അതിദരിദ്രരുടെ വീടുകളെ കണ്ടെത്തിയത്. അങ്ങനെ നോക്കിയപ്പോൾ 64,006 കുടുംബങ്ങൾ, 1,03,099 വ്യക്തികൾ. ഇതാണ് അതിദരിദ്രരായി കേരളത്തിൽ കണ്ടെത്തിയത്. അവരെ കൈപിടിച്ചുയർത്തി, അവരെ അഭിമാനബോധമുള്ളവരാക്കി മാറ്റി. അങ്ങനെയുള്ളവരിൽ കുറച്ചു പേർക്ക് ഒരു രേഖയുമില്ല. റേഷൻ കാർഡില്ല, വോട്ടേഴ്സ് ID കാർഡില്ല, ആധാർ കാർഡില്ല. അപ്പം നമ്മുടെ രേഖകളിലൊന്നും ഇല്ലാതിരുന്ന കുറച്ചു പേർ ആദ്യം ഗവൺമെന്റ് ചെയ്തത് അവർക്ക് എല്ലാ അർഹതപ്പെട്ട രേഖകൾ കൊടുത്തു. പിന്നീട് ഒരു 13,000-ഓളം കുടുംബങ്ങൾക്ക് നല്ല വീടില്ല. LDF സർക്കാരിന്റെ കഴിഞ്ഞ കാലത്തെ വികസന നേട്ടങ്ങൾ ഇത്തവണയും LDFനെ അധികാരത്തിലെത്തിക്കുമെന്ന് പ്രസംഗത്തിൽ MV ജയരാജൻ പറഞ്ഞു. P. സന്തോഷ്, V. ബാലൻ, KK ഗംഗാധരൻ, വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഞ്ചശുദ്ധി വരുത്തി മല ചവിട്ടിയെത്തിയ അയ്യപ്പ ഭക്തരെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു സംസ്ഥാന ഭരണപക്ഷ നേതാക്കളും ഉദ്യോഗസ്ഥരും ചേർന്ന് ദൈവത്തിന്റെ സ്വർണം അടിച്ചുമാറ്റിയ സംഭവമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി പറഞ്ഞു. പടന്ന പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഓഫീസ് ഉദ്ഘാടനവും നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അതിന്റെ സ്റ്റാറ്റസ് വെച്ച് ആഘോഷിച്ചാൽ മാത്രം പോരാ. പടന്നയിൽ ജനങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ ഈ SIR അടക്കമുള്ള വിഷയങ്ങളിൽ നിങ്ങളുടെ വോട്ടിന് നിങ്ങൾ ഉറപ്പുവരുത്തുകയും നിങ്ങളുടെ യൂണിറ്റ് നിങ്ങളുടെ ബൂത്താണ്, നിങ്ങളുടെ ഏരിയയാണ്, നിങ്ങളുടെ പഞ്ചായത്താണ്. നിങ്ങളുടെ ബൂത്തിൽ നിന്ന് ഒരു വോട്ട് പോലും വോട്ടർ പട്ടികയിൽ നിന്ന് ചോർന്നു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തലാണ് നിങ്ങൾ രാഹുലിന് കൊടുക്കുന്ന പിന്തുണ, അല്ലാതെ സ്റ്റാറ്റസ് അല്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളറിയാതെ നിങ്ങളുടെ ബൂത്തിൽ നിങ്ങളുടെ വോട്ടർ പട്ടികയിലേക്ക് ഏതെങ്കിലും കള്ളന്മാർ കയറുന്നുണ്ടെങ്കിൽ അവരെ തടുത്തു നിർത്താനുള്ള ബാധ്യതയും നിങ്ങളുടേതാണ്. സ്റ്റാറ്റസിൽ മാത്രമല്ല ബാധ്യത എന്ന് പറയുന്നത്.
UDFന് നൽകുന്ന ഓരോ വോട്ടും നമുക്ക് വേണ്ടി തന്നെയാണെന്ന തിരിച്ചറിവിന്റേതാണെന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി വിലയിരുത്തപ്പെടുമെന്നും KM ഷാജി പറഞ്ഞു. UDF പടന്ന പഞ്ചായത്ത് ചെയർമാൻ TKC മുഹമ്മദ് അലി ഹാജി അധ്യക്ഷത വഹിച്ചു. KM ഷംസുദ്ദീൻ ഹാജി, DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, PKC റൌഫ് ഹാജി, സത്താർ വടക്കുംപാട്, BC റഹ്മാൻ, PV മുഹമ്മദ് അസ്ലം, UC മുഹമ്മദ് കുഞ്ഞി, KV ജതീന്ദ്രൻ, HM കുഞ്ഞബ്ദുള്ള, KM റഹ്മാൻ, TD കബീർ, PKC നാസർ ഹാജി, UK മുഷ്താഖ്, AB അഷറഫ്, ജില്ലാ പഞ്ചായത്ത് ചെറുവത്തൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി VM സാന്ദ്ര, ബ്ലോക്ക് പഞ്ചായത്ത് പടന്ന ഡിവിഷൻ സ്ഥാനാർത്ഥി MK അഷറഫ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് LDF സ്ഥാനാർത്ഥി രമാ മോഹനൻ. വൻ ഭൂരിപക്ഷത്തോടെ വിജയം കൈവരിക്കുമെന്ന പ്രതീക്ഷയിലാണുള്ളതെന്നും രമാ മോഹനൻ പറയുന്നു. 3-ാം വാർഡ് സ്ഥാനാർത്ഥി രമാ മോഹനനൊപ്പാണ് ഇന്ന് നമ്മളുള്ളത്. എങ്ങനെ പോകുന്നു പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? എത്രത്തോളമായി? പ്രചരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഭാഗത്തും 2-3 പ്രാവശ്യം നമ്മൾ വീട് കയറിയിട്ടുണ്ട്. അപ്പോൾ ദിവസവും എല്ലാ നമ്മളെ പ്രവർത്തകരെല്ലാവരും കൂടി എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ പ്രചരണം നടത്തുന്നുണ്ട്. അപ്പം പ്രകടന പത്രികയായിട്ട് ഇന്നും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സഹകരണമാണ് ഉണ്ടാകുന്നത്. വിജയപ്രതീക്ഷ എത്രത്തോളം? വിജയപ്രതീക്ഷ 100% ഉണ്ട്. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ പ്രധാനമായിട്ടും കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മാറ്റം എന്താണ്? മാറ്റം ഇപ്പം നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നാട്ടിൽ നല്ല റോഡുകൾ, വൈദ്യുതി ആയാലും അങ്ങനെ കുറേ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എല്ലാവരും. അത് നല്ല രീതിയിൽ അവർക്ക് ചെയ്തു കൊടുക്കണം തന്നെയാണ് ആഗ്രഹമുള്ളത്. ഒരു നല്ല എല്ലാ ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം സ്വീകരിച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തണമെന്നാണ്. എന്തായാലും വിജയം കരസ്ഥമാക്കുന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? അതെ. പഴയങ്ങാടിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കടയടച്ച് സൂചനാ പണിമുടക്ക്. ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി KSTP റോഡിൽ സ്ഥാപിച്ച ഡിവൈഡറുകൾ മാറ്റണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. പഴയങ്ങാടിൽ നടപ്പിലാക്കിയത് അശാസ്ത്രീയ ഗതാഗത പരിഷ്കാരമാണെന്നും നിയമവിരുദ്ധമായി റോഡിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ച അധികൃതരുടെ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടകളടച്ച് സൂചനാ പണിമുടക്ക് നടത്തിയത്. വ്യാപാരികളുടെ അസ്തിത്വം തകർക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടതാണ്. ഇത് സൂചനാ പണിമുടക്ക് മാത്രമാണെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് PV അബ്ദുള്ള പറഞ്ഞു. അതേസമയം വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ പണിമുടക്കിൽ നിന്ന് വിട്ടുനിന്നു. ഭാരവാഹികളുടെ കടകൾ പലതും തുറന്ന് പ്രവർത്തിച്ചു. സൂചനാ പണിമുടക്കിന് ശേഷവും നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഴയകാല പ്രചരണത്തിന്റെയും വോട്ട് അഭ്യർത്ഥനയുടെയും രീതി തുടർന്ന് പടന്ന തെക്കേക്കാട് കായലിലൂടെ തോണിയിലേറി തെരഞ്ഞെടുപ്പ് പ്രചരണം. പടന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി PC സുബൈദയ്ക്ക് വോട്ടഭ്യർത്ഥിച്ചാണ് തോണിയിലൂടെയുള്ള പ്രചരണ രീതി വീണ്ടും നടത്തിയത്. ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പടന്ന ഗ്രാമപഞ്ചായത്തിലേക്ക് 14-ാം വാർഡായ തെക്കേക്കാടിൽ നിന്നും ജനവിധി തേടുന്ന സഖാവ് PC സുബൈദയ്ക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കോളാമ്പി മൈക്കും തോരണങ്ങളുമെല്ലാമായി സ്ഥാനാർത്ഥിക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കവ്വായിക്കായലിലെ ഓളങ്ങൾ കീറിമുറിച്ച് തോണി നീങ്ങി. ഓർമ്മകൾ പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയാൽ പ്രദേശത്ത് സാധാരണമായിരുന്ന കാഴ്ചകളിലൊന്ന്. CPM ജില്ലാ കമ്മിറ്റി അംഗവും പടന്ന ഗ്രാമപഞ്ചായത്ത് തൈക്കേക്കാട് 14-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയുമായ PC സുബൈദയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് പഴമയുടെ തനിമയായി പ്രചരണമൊരുക്കിയത്. തോണി പ്രചാരണത്തിൽ അനൗൺസറായി എത്തിയത് സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററും. വോട്ടഭ്യർത്ഥനയും പാട്ടുമെല്ലാമായി തദ്ദേശ ആവേശം തോണിയിലേറി ഓളപ്പരപ്പിലൂടെ നീങ്ങി. 2.5 പതിറ്റാണ്ടു മുമ്പ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബണ്ട് നിർമ്മിച്ച് തൈക്കേക്കാട്ടേക്ക് വാഹന ഗതാഗത സൗകര്യം എത്തിക്കുന്നതിന് മുൻപ് തോണിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം. തൈക്കേക്കാട് തെക്ക് ബോട്ട് ജെട്ടിയിൽ നിന്ന് തുടങ്ങി വടക്കേക്കാട് പുറത്താൾ പ്രദേശങ്ങളിലൂടെ കടന്ന് ബണ്ട് പരിസരത്ത് ഒരു പകൽ നീണ്ട പ്രചാരണം സമാപിച്ചു. തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ് പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിലെ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും തോണിയിലൂടെ വോട്ടഭ്യർത്ഥന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
രാത്രിയുടെ നീലമഞ്ഞു പടരുന്ന നിശബ്ദതയെ പ്രകാശപൂരിതമാക്കിക്കൊണ്ട് ദീപാലങ്കാരത്തിന്റെ ദിവ്യതിളക്കത്തിൽ സ്വപ്നലോകമായി പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര. ഡിസംബർ 2 മുതൽ നടക്കുന്ന തിരുവപ്പന ഉത്സവത്തിന്റെ ഭാഗമായാണ് ദീപാലങ്കാരം ഒരുക്കിയിരിക്കുന്നത്. കാണാം അനുമോദ് മാവിച്ചേരി പകർത്തിയ ദൃശ്യം. രാത്രിയെ പ്രകാശപൂരിതമാക്കി കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ദീപപ്രഭയാണ് അനുമോദ് മാവിച്ചേരി പകർത്തിയ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയുടെ ഈ ദൃശ്യം. രാത്രിയുടെ നീലമഞ്ഞു പടരുന്ന നിശബ്ദതയെ പ്രകാശപൂരിതമാക്കിക്കൊണ്ട് ദീപാലങ്കാരത്തിന്റെ ദിവ്യതിളക്കത്തിൽ ഒരു സ്വപ്നലോകമാകുന്നു പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര. ഓരോ ദീപവും ഒരു പ്രാർത്ഥന പോലെ തെളിഞ്ഞു നിൽക്കുമ്പോൾ കാവിലെ ഓരോ കാറ്റിൻ ശ്വാസവും ഭക്തിയുടെ സുഗന്ധമാകുന്നു. പ്രകാശരശ്മികൾ അലയടിക്കുന്ന മടപ്പുരയുടെ ഓരോ കോണിലും മുത്തപ്പന്റെ അനുഗ്രഹ സാന്നിധ്യം പോലെ ഒരു ശാന്തതയും ദൈവികതയും പകരുന്നു. ഡിസംബർ 2 മുതൽ നടക്കുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്ര തിരുവപ്പന ഉത്സവത്തിന്റെ ഭാഗമായാണ് ഈ ദീപാലങ്കാരം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കുട്ടികളിൽ വിസ്മയം നിറച്ച് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യാനെത്തി ഉമേഷ് ചെറുവത്തൂർ. ഫ്ളാഗ് ഓഫ് ചെയ്യാനുള്ള ഫ്ളാഗ് ഇല്ലാതെ എത്തിയ ഉമേഷ് തന്റെ കയ്യിലുള്ള വടിക്കുള്ളിൽ നിന്നും നീല നിറത്തിലുള്ള ഫ്ളാഗ് പുറത്തെടുത്ത് വീശിയാണ് കുട്ടികളെ അത്ഭുതപ്പെടുത്തിയത്. തൃക്കരിപ്പൂർ ടൗണിലെ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ ഡിസംബർ 3 നടക്കുന്ന കാസർഗോഡ് ജില്ലാതല ഭിന്നശേഷി ദിനാചരണത്തിന്റെ പ്രചരണാർത്ഥം വിദ്യാർത്ഥികളും അധ്യാപകരും നടത്തിയ സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യാനാണ് പ്രമുഖ മാന്ത്രികനും ഭിന്നശേഷി കലാകാരനുമായ ഉമേഷ് ചെറുവത്തൂർ എത്തിയത്. സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് തൃക്കരിപ്പൂരിൽ ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനാചരണം നടക്കുന്നത്. പരിപാടിയുടെ പ്രചരണാർത്ഥം തിങ്കളാഴ്ച വൈകുന്നേരം തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും തങ്കയത്തേക്ക് നടത്തിയ സൈക്കിൾ റാലിയിൽ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിലെയും തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും 150ഓളം വിദ്യാർത്ഥികളും സൈക്കിൾ യാത്രികരായ അധ്യാപകരുമാണ് പങ്കെടുത്തത്. ഉദ്ഘാടന ചടങ്ങിൽ ചെറുവത്തൂർ BRC ട്രെയിനർ P രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ VV സുബ്രഹ്മണ്യൻ, EK ബൈജ, M അശോകൻ, നവീൻ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ ടൗൺ, ബീരിച്ചേരി എന്നിവിടങ്ങളിലൂടെ ചുറ്റി തങ്കയം സ്കൂൾ പരിസരത്തേക്ക് വിദ്യാർത്ഥികൾ പ്ലക്കാർഡുകൾ സ്ഥാപിച്ചാണ് സൈക്കിൾ റാലിയിൽ പങ്കെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതായി പരാതി. ഇതിനെതിരെ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതായി പരാതി. 20-30 വർഷത്തെ സേവനത്തിനു ശേഷം 3 വർഷം മുൻപേ വിരമിച്ച നഴ്സിംഗ് വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ ഇത്തരത്തിൽ ഗ്രാറ്റുവിറ്റി, ടെർമിനൽ ബോണസ്, DA കുടിശ്ശിക തുടങ്ങിയവയോ പെൻഷനോ ലഭ്യമാകാതെ വിഷമിക്കുകയാണ്. നീണ്ടകാലം സഹകരണ വകുപ്പിന് കീഴിലും 2019 മുതൽ മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത ശേഷം സർക്കാർ ജീവനക്കാരായും ജോലി ചെയ്തവരാണ് ആനുകൂല്യങ്ങളൊന്നും ലഭ്യമാകാതെ പടിയിറങ്ങിയത്. 1995 മുതൽ 30 വർഷം വരെ ജോലി ചെയ്തു വരുന്നവരും വിരമിച്ചവരുമായ ജീവനക്കാർക്ക് 2019 മുതലുള്ള സർവീസ് മാത്രമേ പരിഗണിക്കുകയുള്ളൂവെന്നാണ് സർക്കാർ പറയുന്നത്. സഹകരണ മേഖലയിൽ മെഡിക്കൽ കോളേജ് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലെ 20 വർഷം വരെയുള്ള സർവീസ് ആനുകൂല്യങ്ങൾ നൽകില്ലെന്നാണ് സർക്കാർ നിലപാട്. സർവീസ് കാലഘട്ടത്തിൽ അതാത് കാലത്തെ DA, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളും ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് സമരരംഗത്ത് ഇറങ്ങുമെന്ന് വിരമിച്ച നഴ്സിംഗ് ജീവനക്കാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PN ആനി, PK റസിയ, J വിജയമ്മ, റോസമ്മ സണ്ണി, ലിസി ചാക്കോ, മറിയാമ്മ ജോൺ, റീന അഗസ്റ്റിൻ, KSSPA ജില്ലാ സെക്രട്ടറി P സുഗദേവൻ, PM ശ്രീധരൻ, UK മനോഹരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. രാമപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കൊടിയേറ്റ രഥോത്സവത്തിന് തുടക്കമായി. ഡിസംബർ 1 മുതൽ 7 വരെയാണ് രഥോത്സവം നടക്കുന്നത്. ഭക്തിനിർഭരമായ കലവറ നിറക്കൽ ഘോഷയാത്രയോടെയാണ് മഹോത്സവത്തിന് തുടക്കമായത്. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു സാംസ്കാരിക സമ്മേളനത്തിന് പോയപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ പരസ്പരം കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഉത്സാഹം ഇങ്ങനെ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അതൊക്കെ കുതിക്കുന്നുണ്ട്. കടല കൈകാര്യം വിതരണം ചെയ്യാണ്. അങ്ങനെ ഓരോരാൾക്ക് ഇങ്ങനെ കുറച്ച് എടുത്ത് കൊടുക്കുക.
അപ്പോൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അവരോട് പറഞ്ഞു കുറച്ച് അനക്കം കൂടി വെക്കണം. പക്ഷെ അതൊരു സൗന്ദര്യമാണ് അല്ലേ? നമ്മളൊരു 4 കടല ആകട്ടെ, 4 കടല നമ്മൾ മറ്റൊരാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു. ആ 4 കടല ഏറ്റവും അറ്റത്തുള്ള ആളിലേക്ക് എത്തിക്കാൻ വേണ്ടി കൈമാറി ഒരു 4 കടലേ കൈമാറി വെച്ചിട്ടുള്ളൂ. പക്ഷെ അതിനപ്പം ഒരു 1000 സ്നേഹം, 1000 മടങ്ങ് സ്നേഹവും നമ്മൾ കൈമാറ്റം ചെയ്യുന്നു. 4 കടലയിൽ 1000 മടങ്ങ് സ്നേഹം നാം കൈമാറ്റം ചെയ്യുന്നു എന്നതാണ് അതിന്റെ സൗന്ദര്യം. അടുത്തില തെരു ശ്രീ ഭഗവതി ക്ഷേത്രം, വയലപ്ര അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രം, മുണ്ടയാട്ടമ്പലം, ധർമ്മശാസ്ത്ര ക്ഷേത്രം, കുണ്ടം മുത്തപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഉത്സവത്തിന്റെ ഭാഗമായി ദീപാരാധന, ശ്രീഭൂതബലി, പ്രസാദശുദ്ധി, വിശേഷാൽ പൂജകളും നടക്കും. ബുധനാഴ്ച വൈകിട്ട് തിടമ്പ് നൃത്തം അരങ്ങേറും. വ്യാഴാഴ്ച വൈകിട്ട് തായമ്പക, തിടമ്പ് നൃത്തം എന്നിവ നടക്കും. ഡിസംബർ 5 വെള്ളിയാഴ്ച രാവിലെ ഉത്സവ ബലി, വൈകിട്ട് 4:30 കൽപ്പാത്തി ബാലകൃഷ്ണൻ നയിക്കുന്ന മേജർ സെറ്റ് തായമ്പകയും ഉണ്ടാകും. ദീപാരാധനയ്ക്ക് ശേഷം രഥം ബലി നടക്കും. ഡിസംബർ 6 പല്ലക്ക് എഴുന്നള്ളത്ത്, പള്ളിവേട്ട, പാണ്ഡിമേളത്തോടെ തിരിച്ചെഴുന്നള്ളത്ത് എന്നിവയുണ്ടാകും. ഡിസംബർ 7 ക്ഷേത്രകുളത്തിൽ ആറാട്ട് എഴുന്നള്ളത്ത്, കൊടിയിറക്കൽ, തുടർന്ന് ആറാട്ടുസദ്യയും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സേവനം സഹജീവനം എന്ന ലക്ഷ്യം മുൻനിർത്തി കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം ആൻഡ് ഗൈഡ്സ് വിഭാഗം ഒപ്പരം ത്രിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികളും അധ്യാപകരും പിലാത്ര ഹോപ്പ് സന്ദർശിച്ചു. സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരുമാണ് ഹോപ്പ് സെന്ററിലെ അന്തേവാസികളിൽ ഏറെയും. ഈ നിരാശ്രയരുടെ ജീവിതം കുട്ടികൾക്ക് നോവേറ്റുന്ന കാഴ്ചയാണെങ്കിലും ഇവരോടൊപ്പം പാട്ടുപാടിയും നൃത്തം ചെയ്തും ഉല്ലസിച്ചാണ് വിദ്യാർത്ഥികളും അധ്യാപകരും മടങ്ങിയത്. മാടായി AEO KKP സംഗീതയും കുട്ടികളും പാടിയ പാട്ടുകൾ അന്തേവാസികളായ വയോജനങ്ങൾ ആസ്വദിച്ചതോടൊപ്പം അവരും ഒപ്പം ചേർന്ന് പാട്ടുകൾ പാടി. വിരസമായ ദിവസങ്ങൾ തള്ളി നീക്കുന്നവർക്ക് കുട്ടികൾ ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. ഹോപ്പ് റീഹാബിലിറ്റേഷൻ സെന്ററിന് സ്കൂളിൽ നിന്നുള്ള ധനസഹായവും കൈമാറി. സ്കൂൾ ഗൈഡ് ക്യാപ്റ്റൻ അനീഷ ടീച്ചർ, സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ മിനി ടീച്ചർ എന്നിവർ ത്രിദിന സഹവാസ ക്യാമ്പിന് നേതൃത്വം നൽകി. അന്നൂർ അയ്യപ്പ സേവാ സമിതിയുടെ അയ്യപ്പൻ വിളക്ക് ഉത്സവം ഭക്തിനിർഭരമായി സമാപിച്ചു. നിരവധി അയ്യപ്പ ഭക്തർ ശരണം വിളികളുമായി പാലക്കൊമ്പ് എഴുന്നള്ളത്തിൽ പങ്കെടുത്തു. അന്നൂർ അയ്യപ്പ സേവാ സമിതിയുടെ അയ്യപ്പൻ വിളക്കുത്സവം തിങ്കളാഴ്ച ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. സമാപന ദിവസം ഗണപതി ഹോമം, പറനിറയ്ക്കൽ തുടങ്ങിയ പൂജാതി കർമ്മങ്ങൾ നടന്നു. നമ്പ്യാത്രക്കൊവൽ ശിവക്ഷേത്രത്തിൽ നിന്നുള്ള പാലക്കൊമ്പ് എഴുന്നള്ളത്തിൽ അയ്യപ്പ ഭക്തർ ഉൾപ്പെടെ നിരവധി ജനങ്ങൾ പങ്കെടുത്തു. വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ അയ്യപ്പ ഭക്തർ ശരണം വിളികളുമായി എഴുന്നള്ളത്തിൽ പങ്കെടുത്തു. 1000-ലധികം പേർ അന്നദാന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കഥാകൃത്ത് T. പത്മനാഭന്റെ 96ാം ജന്മദിനാഘോഷം പോത്താങ്കണ്ടം ആനന്ദഭവനത്തിൽ ഡിസംബർ 3 ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ നടക്കും. സത്കലാപീഠം പയ്യന്നൂർ 13ാം വാർഷികം ഡിസംബർ 4, 5, 6 തീയതികളിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കും. സത്കലാരത്ന പുരസ്കാരം കവിത കൃഷ്ണമൂർത്തിക്ക് നൽകും. പുരസ്കാര സമർപ്പണം മാർച്ച് 3. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടന്നപ്പള്ളിയിൽ 2 വീലർ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരണപ്പെട്ടു. പിലാത്ര ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തെ മൂലക്കാരൻ വിനോദാണ് മരണപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി 10:50 കടന്നപ്പള്ളി പെട്രോൾ പമ്പിന് സമീപത്തായാണ് അപകടം നടന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ 100% സീറ്റുകളും UDF തൂത്തുവാരുമെന്ന് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണ പൊതുയോഗം കാലിക്കടവ് ടൗണിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം.
കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങരയിൽ ജാതിക്കോമരങ്ങൾക്കെതിരെ രോഷം പ്രകടിപ്പിച്ച് ശക്തമായ മുന്നറിയിപ്പുമായി ബാനർ ഉയർന്നു. ജാതിയും പറഞ്ഞ് നാട്ടിലിറങ്ങിയാൽ കാലേ വാരി ഭിത്തിയിലടിക്കുമെന്ന വാചകവുമായി കണ്ടംകുളങ്ങര സഖാക്കളുടെ പേരിലാണ് ബാനർ ഉയർന്നിരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭ 36-ാം വാർഡ് കാരയിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി കോൺഗ്രസ് എസിലെ P. ജയന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൊതുയോഗം സംഘടിപ്പിച്ചു. കാര സർവീസ് ബാങ്ക് പരിസരത്ത് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ പങ്കെടുത്ത് പ്രസംഗിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.